ഹായ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മനുഷ്യർക്കെതിരായുള്ളൊരു വിഷയമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള വിഷയമാണെന്നാണ്. ജനിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ശരിക്കും ജീവിതം അങ്ങനെയാണ്. ജീവിതം സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്, അതോ ജീവിതം ദുരന്തമാണോ? ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആൻറ്റി നേറ്റലിസം എന്നൊരു ആശയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ആൻറ്റി നേറ്റലിസം? ആൻറ്റി നേറ്റലിസം പറയുന്നത് ഇതാണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, പ്രോക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പുതിയ തലമുറയെ ഉണ്ടാക്കുന്നത് അധാർമികമാണെന്നാണ് ആൻറ്റി നേറ്റലിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന കാരണമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അവരുടെ ആദ്യത്തെ വാദം തന്നെ ജീവിതം ദുരിതപൂർണമാണെന്നാണ്. കുറഞ്ഞ പക്ഷം അസംതൃപ്തമാണെന്നെങ്കിലുമാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ നിങ്ങൾ സങ്കല്പിച്ചാലും അദ്ദേഹവും പല ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ആളായിരിക്കും. അദ്ദേഹത്തിന് രോഗം വരാം, ഇഷ്ടപ്പെട്ട മനുഷ്യർ നഷ്ടപ്പെടാം, വാർദ്ധക്യം എത്തും, മരണവും സംഭവിക്കും. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യന് പോലും ഉറപ്പായി ഉണ്ടാകേണ്ടുന്ന കുറേ ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവിതം പരമ കഷ്ടം തന്നെയായിരിക്കും, ദുരന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യമെല്ലാം സഹിക്കാനായി പുതിയൊരു തലമുറയെ ഉണ്ടാക്കുന്നത് അധാർമികമാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് നോക്കുക. നമ്മൾ തൃപ്തരാണോ ജീവിതം കൊണ്ട്? തൃപ്തരായ മനുഷ്യരെയൊന്നും ഞാൻ എവിടെയും കാണുന്നില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് ജീവിക്കുന്നവരാണ്. എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഞാൻ ഇങ്ങനെ തുടർന്നു പോയാൽ ഒരു സമയം ഞാൻ രക്ഷപ്പെടും, പിന്നീട് എനിക്ക് തൃപ്തികരമായി, സന്തോഷമായി, സമാധാനപരമായി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റും എന്നാണ് എല്ലാവരും കരുതുന്നത്. ഇങ്ങനെ കരുതി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ കളഞ്ഞ് അവസാനം ഒരു ആഗ്രഹവും നിറവേറ്റാൻ സാധിക്കാതെ മരിച്ചുപോയവരുടെ ഒരു ശവപ്പറമ്പ് തന്നെയാണ് ലോകം. അവരെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല, ആരും സംസാരിക്കാറില്ല. അവർ മരിച്ചും പോയി, മറന്നും പോയി അവരെക്കുറിച്ച് നമ്മൾ. ഇതുപോലെ തന്നെയാണ് ഭൂരിഭാഗം മനുഷ്യരുടെയും അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധൻ പറഞ്ഞ പോലെ ജീവിതം അസംതൃപ്തമാണ്. നമ്മൾക്ക് ധാരാളം ആഗ്രഹങ്ങളുമുണ്ട്. ഓരോ ആഗ്രഹം നേടിക്കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ഇനി ജീവിതം സമാധാനവും സന്തോഷവും തൃപ്തികരമായിട്ട് ജീവിക്കാം. എന്നാൽ ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ വേറെ ആഗ്രഹം വരും. നമ്മൾ ഈ ട്രെഡ്മില്ലിൽ കടന്ന് ഓടുന്ന പോലെ ഓടിക്കൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. സംതൃപ്തമായ ജീവിതം മനുഷ്യന് അസാധ്യം തന്നെയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു ജീവന്റെ അടിസ്ഥാനം തന്നെ അസംതൃപ്തിയാണ്. സംതൃപ്തനായ ഒരു മനുഷ്യൻ അതിജീവിക്കാനായി ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മനുഷ്യർ അതിജീവിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതേസമയം അസംതൃപ്തരായ മനുഷ്യരോ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ തലമുറയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ മനുഷ്യന് സംതൃപ്തമായൊരു ജീവിതം സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അസംതൃപ്തമായ ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നത് ധാർമ്മികമാണോ? ഞാനല്ലെന്നാണ് കരുതുന്നത്. ഇനി ഇതെല്ലാം മാറ്റിവെച്ചാൽ നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. ഗ്ലോബൽ വാർമിംഗ്, ഓവർ പോപ്പുലേഷൻ, ജനറ്റിക് ഡിസീസ്, യുദ്ധങ്ങൾ, ദാരിദ്ര്യം, കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതുപോലെ ധാരാളം ദുരന്തങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെ ഒരു പുതിയ തലമുറയെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അവരെല്ലാം ഇത് അനുഭവിക്കാൻ പോകുന്ന മനുഷ്യരാണ്. ഇത്രയും ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ലോകത്തേക്ക്
മനുഷ്യരെ കൊണ്ടുവരുന്നത് തീർത്തും തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ വാദം കേട്ടാൽ ഞാൻ മനുഷ്യവിരോധിയാണ്, ജീവിത വിരോധിയാണ്, മനുഷ്യനെ വെറുക്കുന്നവനാണ് എന്നൊക്കെ തോന്നാം. എന്നാൽ ശരിക്കും ഞാൻ കരുതുന്നത് മറ്റുള്ള മനുഷ്യനോടുള്ള കരുതൽ കാരണമാണ്, അല്ലെ അനുകമ്പ കാരണമാണ് ഈ ഒരു പൊസിഷൻ ഞാൻ എടുക്കുന്നതെന്നാണ്. ഇത്രയും മോശം അവസ്ഥയുള്ള, അസംതൃപ്തമായ, ദുരിതങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് പുതിയ ജീവനെ കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കെന്നല്ല, ഈ വാദമുള്ള മനുഷ്യർക്കൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവരെയാണ് ആന്റി നേറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആന്റി നേറ്റലിസ്റ്റുകൾക്കെതിരായുള്ള പ്രധാന വാദം ഒന്ന്, ഇവർ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. കല, സാഹിത്യം, സംസ്കാരങ്ങൾ, ഇതിനൊന്നും അവർ വില കൊടുക്കുന്നില്ലെന്ന് പരക്കൊരു ആക്ഷേപമുണ്ട്. എന്നാൽ അതിന് ആന്റി നേറ്റലിസ്റ്റുകളുടെ മറുപടി, എത്ര വലിയ സംസ്കാരമായാലും കലയായാലും സാഹിത്യമായാലും എന്തു തന്നെയായാലും ഒരു മനുഷ്യന്റെ ദുരിതം വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സ്ഥാനം വളരെ കുറവാണെന്നാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ലഹരി ഉപയോഗം, കള്ളക്കടത്ത്, കഞ്ചാവ്, പീഡനം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണമെന്ന്? ഞാൻ പറയും, നിങ്ങളുടെ സ്വാർത്ഥത മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് കാരണമാണ്. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാൻ ഒരാൾ, നിങ്ങൾക്ക് കളിപ്പിക്കാനും കൊഞ്ചിപ്പിക്കാനും ഒരാൾ, ഈ ഒരു അർത്ഥത്തിലാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ടെന്നോ അവർ ഈ ഭൂമിയിലൂടെ കടന്നു പോകേണ്ടവരാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ എന്തോ സ്വത്ത് പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ, നമുക്ക് കണ്ട് രസിക്കാൻ, നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ജീവിതം, അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ ഈ ഭൂമിയിൽ ജനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഭൂമി അത്രയും മോശം സ്ഥലമാണ്. ഒരുപക്ഷെ ഭൂമിയേക്കാളും മനുഷ്യൻ മോശമാണെന്ന് വേണം പറയാൻ. നമ്മൾ എത്രയോ മതങ്ങളും ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കി, എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കി, എത്രയോ ആശയങ്ങൾ ഉണ്ടാക്കി, എല്ലാം മനുഷ്യനെ നവീകരിക്കാൻ വേണ്ടി. മനുഷ്യാവകാശങ്ങൾ ഉണ്ടാക്കി, ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി, എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. എന്നിട്ടും എവിടെയെങ്കിലും മനുഷ്യൻ നന്നാവുന്നുണ്ടോ? കുറേ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നല്ലവനായി പെരുമാറുന്നുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ കുറച്ച് മോശമാകുമ്പോൾ യഥാർത്ഥ മനുഷ്യൻ വെളിയിലിറങ്ങും. നമ്മൾ ഈ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന മനുഷ്യർ തന്നെ യുദ്ധങ്ങളിലും അക്രമങ്ങളിലും ഒക്കെ ഇടപെടുന്ന രീതി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും. യുദ്ധം ചെയ്യുന്ന മനുഷ്യരും മനുഷ്യരാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ആദിമ ചോദനയാണ് യുദ്ധവും അക്രമവും എല്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മോശം സാഹചര്യം ഉണ്ടായാൽ ഈ സിവിലൈസ്ഡ് ആൾക്കാരെന്ന് പറയുന്ന മനുഷ്യർ സ്വയം കൊന്നു തിന്നും. യാതൊരു മടിയും അതിനവർ കാണിക്കില്ല. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എന്തോ ഒരു ഹൈ പെഡസ്റ്റലിൽ കയറിയിരുന്ന് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞാനടക്കം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടക്കം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ എത്ര സ്വാർത്ഥരാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലും നമ്മുടെ സ്വാർത്ഥതയുടെ ഫലമാണ്. അതിപ്പോൾ നമ്മുടെ കുടുംബമായാലും നമ്മുടെ പാർട്ട്ണറായാലും നമ്മൾ നോക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യരെയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ക്രൂരമായ ആദിമമായ ചോദനകൾ ആവശ്യഘട്ടങ്ങളിൽ തെളിയിച്ചാടും. അതുവരെ നമ്മൾ മാന്യതയുടെ മൂടുപടം ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കാണുന്ന തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് മോശം മനുഷ്യനാണ് അവൻ അല്ലെങ്കിൽ അവർ എന്ന് പറയും. ശരിക്കും നമ്മളെല്ലാം സാഹചര്യത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് സാഹചര്യം എന്ന് മോശമാകുന്നു അന്ന് മനുഷ്യനും മോശമാകും. അതല്ലാതൊരു ജീവിതം മനുഷ്യന് സാധ്യമല്ല. ഇത്രയൊക്കെ കാര്യം ഉണ്ടായിരിക്കെ, ഇത്രയും ഡാർക്കായ ഒരു ലോകമുള്ളപ്പോൾ ആ ലോകത്തിലേക്ക് വേദനയും ദുരിതവും സഹിക്കാനായി പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഒരുപക്ഷെ എന്നല്ല,
ഈ ആശയം ഞാൻ സംസാരിച്ചിട്ട് ഈ ആശയത്തോട് യോജിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എതിരഭിപ്രായം കാണും. എതിരഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. എന്താണേലും ഇതാണെന്ന് പറയാനുണ്ടായിരുന്നത്. ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ്, ബട്ട് ഇതാണ് റിയാലിറ്റി. ഇത്രേ പറയാനുള്ളായിരുന്നു.